ഇടുക്കിയിൽ പെരുവന്താനം പഞ്ചായത്തിലെ മഞ്ഞപ്പിത്തം പടരുന്നു എന്നത് അതീവ ജാഗ്രതയുള്ള ഒരു വിഷയമാണ്. വേണ്ട വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇടുക്കി പെരുവന്താനം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടരുന്നതിൽ അതീവ ജാഗ്രത. വെള്ളിയാഴ്ച 18 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 1-ാം വാർഡിലാണ് രോഗം പടരുന്നത്. വാർഡിൽ 26 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉറവിടം കണ്ടെത്താനാകാത്തതാണ് ആശങ്കയാകുന്നത്. നാരങ്ങ വെള്ളം, മോര്, ഐസ്ക്രീം എന്നിവയുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പെരുവന്താനത്താണ് ഇപ്പോൾ ഒരു വാർഡിൽ ഈ മഞ്ഞപ്പിത്തം ഇങ്ങനെ പടർന്നു പിടിക്കുന്നത്. 1-ാമത്തെ വാർഡിലാണ് പെരുവന്താനത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത്. ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ് രാഹുൽ. അല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ 16 പേർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് മഞ്ഞപ്പിത്തം വരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഏതോ ഒരു പൊതു ഉറവിടത്തിൽ നിന്നാണ് ഈ സംഭവം പടരുന്നത്. ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ രാഹുൽ? ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ ആഴ്ച 8 പേർക്കായിരുന്നു പെരുവന്താനം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച ഒരു ടെസ്റ്റ് നടത്തി. പക്ഷേ ആ ടെസ്റ്റ് ചെയ്ത 18 പേർക്കും രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളിയാഴ്ചയാണ് ഈ പരിശോധന റിപ്പോർട്ട് വന്നത്. അതിൽ 18 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്നു. അങ്ങനെ 26 പേർക്കാണ് പെരുവന്താനം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ ലഭ്യമാവുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ 26 പേരിൽ ഭൂരിഭാഗം ആളുകൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അടുത്തുള്ള ആളുകൾക്കൊക്കെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പരിശോധന നടത്തി. പക്ഷേ പരിശോധന നടത്തിയപ്പോൾ 18 പേർക്കും രോഗം സ്ഥിരീകരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു കുളമുണ്ടെന്നാണ് പറയുന്നത്. ആ കുളത്തിൽ നിന്നുമാണ് ഭൂരിഭാഗം ആളുകളും വെള്ളം കുടിക്കുന്നത്. അവിടെ ഒരു MCFന്റെ പ്ലാന്റ് കൂടിയുണ്ട്. അപ്പോൾ ആ പ്ലാന്റിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ നിന്നും വെള്ളം താഴേക്ക് ഇറങ്ങിയാണ് രോഗം പടരുന്നത് എന്നതാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ആ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്നും ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെയുള്ള കുളങ്ങളും കിണറുകളും എല്ലാം തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ ശുചീകരിച്ചിട്ടുണ്ട്. ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഐസ്ക്രീം, നാരങ്ങ വെള്ളം, മോര് എന്നിവയുടെ എല്ലാം വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിപ്പോ പെരുവന്താനത്ത് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അല്പം ശ്രദ്ധ വരുത്തുന്നത് നല്ലതാണ്. ഇനി അങ്ങോട്ട് ചൂട് കൂടാൻ പോവുകയാണ്. മഞ്ഞപ്പിത്ത സാംക്രമിക രോഗങ്ങൾ പെരുകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. മോരും വെള്ളം, പിന്നെ ഭാഷയിൽ പറഞ്ഞ മോഞ്ചി വെള്ളം, അഥവാ നാരങ്ങ വെള്ളം, പിന്നെ നമ്മുടെ ഐസ്ക്രീം, ഇത് മൂന്നും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ നിന്ന് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. വഴിവിക്കിൽ വെച്ചിരിക്കുന്ന ഐസ്ക്രീമുകൾ, ആ ഐസ്ക്രീമുകൾ ബ്രാൻഡഡ് അല്ലെങ്കിൽ സുരക്ഷിതമല്ലെങ്കിൽ ഒരു കാരണവശാലും കഴിക്കാതിരിക്കുക. അതേപോലെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മോരും വെള്ളവും ഐസ്ക്രീം വെള്ളവും നാരങ്ങ വെള്ളവും ഒക്കെ കഴിക്കുന്നതും ഒഴിവാക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പകർച്ചപ്പനി മാത്രമല്ല, മഞ്ഞപ്പിത്തവും ഇനി അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.